ദാരിദ്ര്യത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ നമ്മൾ ഓർക്കണം. ഏറെ പേര് സാമ്പത്തിക മേഖലയിൽ വലിയ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പണമില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരാശപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ പദ്ധതികൾ ആശ്രയിക്കാൻ യൗസേപ്പ് പിതാവ് നമ്മെ സഹായിക്കും. യൗസേപ്പും മറിയവും ഉണ്ണിമിശിഹായും അടങ്ങുന്ന തിരുക്കുടുംബം വളരെ പാവപ്പെട്ടവരായിരുന്നു സാമ്പത്തികമായിട്ട്. ചിലപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളൊക്കെ മെല്ലെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ട് നല്ല സ്ഥലത്തു നിന്ന് വിദേശത്തു നിന്നൊക്കെ ശമ്പളമൊക്കെ കിട്ടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എല്ലാത്തിനോടൊരു നിശ്ചിത അകലം പാലിച്ച് കർത്താവിലേക്ക് ചാഞ്ഞു നിന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. പണം ആവശ്യമുണ്ട്, പക്ഷേ ഈ പണം മാത്രമെന്ന് വിചാരിച്ച് ജീവിതം ചുരുങ്ങി പോകുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥതയോ തൃപ്തിയോ അനുഭവിക്കാൻ പറ്റാതെയാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു വെക്ക്, ഫലം പിന്നാലെ വരും. ഒരുപക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ വരും തലമുറ ആ നന്മ കാണാതെ പോവില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 23-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സെയിൻറ്റ് ജോസഫ്, ലവർ ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തെ പുൽകിയ യൗസേപ്പ് താതനെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. യൗസേപ്പ് പിതാവ് കടന്നുപോയ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ, ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളെ എപ്രകാരം യൗസേപ്പ് പിതാവ് ദൈവപരിപാലനയിൽ, ഡിവൈൻ പ്രൊവിഡൻസിൽ ആശ്രയിച്ച് അതിജീവിച്ചു, അതെങ്ങനെ നമുക്ക് മാതൃകയാകുന്നു, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്നിത് ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ നമ്മൾ ഓർക്കണം. ഏറെ പേര് ആ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വലിയ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അതിലൂടെ കടന്ന് പിന്നീട് മെച്ചപ്പെട്ടവർ, അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഓർമ്മകളുണ്ടാകും. തീർച്ചയായിട്ടും ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ, പണം വേണ്ടേ. പണമില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരാശപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ പദ്ധതികൾ ആശ്രയിക്കാൻ യൗസേപ്പ് പിതാവ് നമ്മെ സഹായിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, സമ്പന്നർക്ക് അപ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ലേ? അവർക്കും ആപ്ലിക്കബിളാണ്. സമ്പത്തുണ്ടായിട്ടും ശാന്തത, സ്വസ്ഥത, സമാധാനം, തൃപ്തി അനുഭവിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അത്തരം ആളുകളുടെ എണ്ണം ഏറുന്നുമുണ്ട്. അവരും ഇത് കേട്ട് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. നമുക്ക് ഇന്നത്തെ ചിന്തകളിലേക്ക് മെല്ലെ പ്രവേശിക്കാം. ഈ തിരുക്കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നമുക്കൊരു കൺസേൺ ആണ്. ശരിക്കും തിരുക്കുടുംബം അവരെന്തായിരിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി? അവർ സമ്പന്നരായിരിക്കുമോ, മിഡിൽ ക്ലാസ് ആയിരിക്കുമോ, അതോ വളരെ സാധുക്കളായിരിക്കുമോ, വളരെ പാവങ്ങളായിരിക്കുമോ? ദേ വെർ വെരി പുവർ. യൗസേപ്പും മറിയവും ഉണ്ണിമിശിഹായും അടങ്ങുന്ന തിരുക്കുടുംബം അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു സാമ്പത്തികമായിട്ട്. ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് സുവിശേഷത്തെ ഒന്ന് ശ്രദ്ധയോടെ ധ്യാനിച്ചാൽ ഇഷ്ടംപോലെ മനസ്സിലാക്കാൻ പറ്റും. അവരത് കടന്നു പോയിട്ടുണ്ട്. അത്തരം ഒരു ദാരിദ്ര്യത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ അനുഭവം അവർ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബേത്ലഹേമിലേക്ക് ഇവർ പോയത് എന്തിനാണ്? പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് മിശിഹ ബേത്ലഹേമിൽ പിറക്കണം, അതൊക്കെ സംശയമില്ല. പക്ഷെ ഇവർ ബേത്ലഹേമിലേക്ക് പോയത് എന്തിനാണ്? യൗസേപ്പും മറിയവും സെൻസസ് എടുക്കാൻ പോയതാണ്. സെൻസസ് എടുക്കാൻ പോകുന്നവരുടെ കയ്യിൽ എത്ര വസ്ത്രം കാണും, എത്ര പണം കാണും? വളരെ പരിമിതമായിരിക്കത്തില്ല. കാരണം അവർ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അവിടെ ബേത്ലഹേമിൽ വെച്ച് ഉണ്ണിമിശിഹായെ അവർ പ്രസവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചെലവുണ്ട്. യൗസേപ്പിൻ്റെ സ്ഥലമല്ല, യൗസേപ്പിന് അവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അകന്ന ബന്ധുക്കൾ വല്ലതും ഉണ്ടെങ്കിലായി. അവരുടെ നിന്നൊക്കെ ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, പണം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് പിന്നെയൊക്കെ മാനേജ് ചെയ്യാം അല്ലേ? ഒരു നിറവയറുമായിട്ട് വന്നൊരു സ്ത്രീ ബേത്ലഹേമിൽ അവളുടെ പ്രസവ വേദനയിലൂടെ കടന്നുപോയി കുഞ്ഞിനെ പെറ്റിടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സത്രങ്ങളൊക്കെ അവർക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടെങ്കിലും അലിവുള്ള, കരുണയുള്ള ആരെങ്കിലുമൊക്കെ ചുറ്റും കാണുമായിരുന്നിരിക്കും. അവർ സഹായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അടുത്ത സ്ട്രഗിളോ, ബേത്ലഹേമിൽ നിന്ന് അവർ നേരെ പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഇവരുടെ വീടും സ്വത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളത് എവിടെയാണ്? നസ്രത്തിലാണ്. അപ്പോൾ താൽക്കാലികമായി ബേത്ലഹേമിലേക്ക് വന്നവർ അവിടുന്ന് നേരെ
ഈജിപ്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ അതിനെ മനസ്സിലാക്കി നോക്കിക്കേ. കയ്യിൽ എന്തുണ്ടായിട്ടാണ്? സിവിയർ പോവർട്ടിയിലൂടെ ആയിരിക്കണം അവർ കടന്നു പോയത്. വളരെ കൊടിയ ദാരിദ്ര്യത്തിലൂടെ ആ കുടുംബം കടന്നു പോയിട്ടുണ്ടാകും. ഈജിപ്തിൽ കഴിഞ്ഞ നാളുകളിൽ അവരനുഭവിച്ച യാതനകൾ, പിന്നീട് അവിടുന്ന് തിരിച്ച് അവർ നസ്രത്തിൽ വന്ന് സെറ്റിൽഡ് ആകുമ്പോൾ പിന്നെ ആ കുടുംബം പോറ്റാൻ യൗസേപ്പ് കഠിനാധ്വാനം ചെയ്താണ്, ഹാർഡ് വർക്ക് ചെയ്തായിരിക്കണം ആ കുടുംബം പോറ്റിയത്. എന്നാലും വലിയൊരു സാമ്പത്തിക ഉയർച്ചയൊന്നും ആ കുടുംബത്തിനുണ്ടാകാൻ സാധ്യതയില്ല. അതെന്താ കാര്യം? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച രംഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോയെ ദേവാൽ സമർപ്പിച്ചപ്പോൾ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ് സമർപ്പിച്ചത്. അപ്പോൾ ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗം വായിക്കണം. ലേവ്യർ 12, 6 മുതൽ 8 വരെ. സമ്പത്തുള്ളവർ കുഞ്ഞാടിനെ കൊല്ലും, സമ്പത്തില്ലാത്തവർ, പണമില്ലാത്തവരാണ് ഈ ചെങ്ങാലിയെ, പ്രാവിനെ ബലിയർപ്പിക്കേണ്ടി വരുന്നത്. ഈശോയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടത് ചെങ്ങാലിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വളരെ സാമ്പത്തികമായിട്ട് സാധാരണ സ്ഥിതിയിലുള്ള അല്ലെങ്കിൽ ക്ലേശം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് എന്നാണ്. അപ്പോൾ തിരുക്കുടുംബം കടന്നുപോയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, തിരുക്കുടുംബത്തിൻ്റെ നാഥനായ, തിരുക്കുടുംബത്തിൻ്റെ പിതാവായ യൗസേപ്പ് കടന്നുപോയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ. അവിടെയാണ് നമ്മൾ ഈശോ പഠിപ്പിക്കുന്ന കാര്യം ധ്യാനിക്കേണ്ടത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്നുള്ളത്? അത് നമ്മൾ ഇന്ന് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും സമ്പത്തും അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തിച്ച് ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് വെച്ചാൽ, ഒന്ന് ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ ഈ അവസ്ഥ എന്താ? ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് വെച്ചാൽ ദാരിദ്ര്യമാണ്, പക്ഷെ അപ്പോഴും കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നവർ. തങ്ങളുടെ ക്ലേശകാലത്തും കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എവറിത്തിങ്. ഇപ്പുറത്ത് സമ്പത്തുള്ളവർ ആത്മാവിൽ ദരിദ്രരാകുന്ന എങ്ങനെയാണ്? എല്ലാം ഉള്ളപ്പോഴും എല്ലാത്തിനോടും ഒരല്പം അകലം പാലിച്ചുകൊണ്ട്, ഡിറ്റാച്ച്മെൻറ്റ് പാലിച്ചുകൊണ്ട് അവർ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കും. ഉള്ളതെല്ലാം ആസ്വദിക്കാനും സ്വന്തമാക്കാനും ചേർത്ത് പിടിക്കാനുമുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് ചിലതിനോടൊക്കെ ഒരു അകലം ഇടുമ്പോൾ ഈ പോവർട്ടി ഇൻ സ്പിരിറ്റ് അവരനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കും എന്നാണ്. അപ്പോൾ ഇത് നീ സമ്പന്നനാണോ ദരിദ്രനാണോ എന്നുള്ളതനുസരിച്ചല്ല, നിന്റെ നിലപാട്, ആറ്റിറ്റ്യൂഡ് സമ്പത്തിനോട് എങ്ങനെയാണ് എന്നതാണ്. ചിലപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ക്രേവിങ് ആയിരിക്കും സമ്പത്തിനെ കുറിച്ച്. അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകുന്നതല്ല ഇതിനർത്ഥം. നമ്മുടെ അവസ്ഥയിൽ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ പദ്ധതികളിൽ വിശ്വസിക്കുക, നമ്മളെ കൊണ്ടാകുന്നത് പോലെ അധ്വാനിക്കുക, കുടുംബം നോക്കുക. അതാണ് യൗസേപ്പ് പിതാവും ചെയ്തത്. യൗസേപ്പ് പിതാവ് ഇതിൽ വളരാൻ, ഈ ദാരിദ്ര്യാരൂപിയിൽ സ്പിരിറ്റ് ഓഫ് പോവർട്ടിയിൽ വളരാൻ നമ്മളെ സഹായിക്കും. കാരണം അത് ആവശ്യമുണ്ട്. യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ആ സ്കില്ല് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ മെല്ലെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ട് നല്ല സ്ഥലത്തു നിന്ന് വിദേശത്തു നിന്നൊക്കെ ശമ്പളമൊക്കെ കിട്ടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിച്ചില്ലേ, ആത്മാവിൽ ദരിദ്രം എന്നുള്ള അനുഭവം ഉണ്ടായില്ലെങ്കിൽ, എല്ലാത്തിനോടൊരു നിശ്ചിത അകലം പാലിച്ച് കർത്താവിലേക്ക് ചാഞ്ഞു നിന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. പണം ആവശ്യമുണ്ട്, പക്ഷേ ഈ പണം മാത്രമെന്ന് വിചാരിച്ച് ജീവിതം ചുരുങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥതയോ തൃപ്തിയോ അനുഭവിക്കാൻ പറ്റാതെയാകും. അതുകൊണ്ട് എപ്പോഴും സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ നമുക്കുണ്ടാകേണ്ട നിലപാട്, ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സമ്പന്നൻ പറയണം, കർത്താവ് തന്നു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദരിദ്രൻ പറയണം, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിലേക്ക് നിന്റെ സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥയെ കണക്ട് ചെയ്ത് നിർത്തണമെന്ന് യൗസേപ്പ് പിതാവ് ഇത് പാലിച്ച ആളാണ്. യൗസേപ്പ് പിതാവിൻ്റെ വേറെ ഒരു നന്മ, ദാരിദ്ര്യ അരൂപിയെ മനസ്സിലാക്കാൻ പണവുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ മറ്റൊരു കാര്യം പറയട്ടെ. അത് ദ സൈലൻസ് ഓഫ് ജോസഫാണ്. യൗസേപ്പിൻ്റെ നിശബ്ദതയാണ്. അദ്ദേഹത്തിൻ്റെ മെച്ചവോ അദ്ദേഹത്തിൻ്റെ വലിയ നിയോഗമോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണെന്നോ മകൻ ഏതാണ് മകൻ്റെ പൊസിഷനെന്നോ ഒന്നും ആരോടും പറയാൻ പോയില്ല. ഹി ജസ്റ്റ് റിമെയിൻഡ് സൈലൻറ്റ്.
അതിൽ പോലും ഒരു ദാരിദ്ര്യാരൂപി ഉണ്ടായിരുന്നു. ആ നിശബ്ദതയിൽ പോലും യൗസേപ്പ് പാലിച്ചത് ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവമാണ്. യൗസേപ്പിനെ കുറിച്ച് നമുക്ക് യൗസേപ്പിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയട്ടെ. യൗസേപ്പ് പിതാവ് പെടാവുന്ന പാടൊക്കെ പെട്ടു. കുടുംബം നോക്കാൻ, ഭാര്യയെ സംരക്ഷിക്കാൻ, കൊച്ചിനെ വളർത്താൻ ഒക്കെ പെടാവുന്ന പാടൊക്കെ യൗസേപ്പ് പെട്ടിട്ടുണ്ട്. കഷ്ടദുരിതങ്ങളിലൂടെ യൗസേപ്പ് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും നന്മ കാണാൻ യൗസേപ്പിന് കഴിഞ്ഞില്ല. നന്മ കാണുന്നത് മറിയമാണ്. മറിയം നന്മ കണ്ടു. കുരിശു മരണത്തിലൂടെ വന്ന രക്ഷ കണ്ടു. തിരുവുദ്ധാനത്തിലൂടെയുള്ള വിജയം അവൾ കണ്ടു. അവൾ പെന്തക്കോസ്തായുടെ അഭിഷേകം ശിഷ്യന്മാരിലേക്ക് നിറയുന്നത് കണ്ടു. അപ്പോൾ തൻ്റെ മകൻ കടന്നുപോയ യാതനകളുടെ ഫലം മറിയം കണ്ടു. യൗസേപ്പിന് അതുപോലും പറ്റിയില്ല. യൗസേപ്പ് കഷ്ടപ്പെടാനുള്ളതൊക്കെ കഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ, ഫലം കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയായിരിക്കും. ഒത്തിരി കഷ്ടപ്പെട്ടു, എന്നിട്ട് ഫലം ഒന്നും കാണുന്നില്ലല്ലോ കർത്താവേ എന്ന് ചോദിക്കരുത്. നമ്മുടെ പിതാവായ യൗസേപ്പും ഫലം കണ്ടില്ലായിരുന്നു കഷ്ടതകൾക്ക്, കഷ്ടപ്പാടുകൾക്ക്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു വെക്ക്, ഫലം പിന്നാലെ വരും. ഒരുപക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ വരും തലമുറ ആ നന്മ കാണാതെ പോകില്ല. നമുക്ക് യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ലുത്തീനിയ ചെല്ലാം ഇതിനോട് ചേർന്ന് പ്രതിഷ്ഠാജപം ഒരുമിച്ച് ചൊല്ലി കാഴ്ചവെക്കുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.